എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയട്ടെ, ഒരു ബാസിസ് സഖാഫി അത് വെറുതെ ഉണ്ടായതല്ല. 10 ഗുണം 10 ഗുണം എന്ന് വെറുതെ പറയുന്നതല്ലല്ലോ. ആ ബാസിസ് സഖാഫിയുടെ ഉമ്മയും വാപ്പയും കാണിച്ച കൃത്യതയും കണിശതയും ആ കുടുംബത്തിന്റെ അവരുടെ കുടുംബ പാരമ്പര്യത്തിൽ തന്നെയുള്ള വലിയ സൂഫിയാക്കളോടും ഔലിയാക്കളോടും ആലിമ്യങ്ങളോടൊക്കെ കാണിച്ച കൃത്യമായ ബന്ധം, അങ്ങനെ ഒരു പാരമ്പര്യം കൂടെ ബാസിസ് സഖാഫിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമായും പങ്കുവഹിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് നമുക്ക് പാഠമാകണം, അത് നമുക്ക് പ്രചോദനമാകണം. എങ്ങനെയാണ് ഒരു മകനെ വളർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് ഒരു കുട്ടിയെ മാറ്റിയെടുക്കേണ്ടതെന്ന്. കഴിഞ്ഞ റബീഉൽ അവ്വലിലാണ് പ്രിയപ്പെട്ട സംഘടനയുടെ സംസ്ഥാന മുൻ പ്രസിഡന്റ് ആയിരുന്ന റാഷിദ് ബുഖാരി ഉസ്താദിന്റെ മകൻ പ്രിയപ്പെട്ട സിനാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആ കൂട്ടുകാരൻ അനുസ്മരിക്കുമ്പോൾ തുല്യമായ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. വളരെ ചെറിയ കാലം മുതൽ ഇൽമു പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോകുന്നു. ഇടവേളകളിൽ മുഴുവനും സംഘടനാ കാര്യത്തിന് വേണ്ടി ആ ഇരിങ്ങണ്ണൂർ യൂണിറ്റിലെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. നോക്കൂ നിങ്ങൾ, സിനാൻ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഓരോ ആണ്ടുകൾ വരുമ്പോഴും അനുസ്മരണങ്ങൾ വരുമ്പോഴും ഞാൻ ഇപ്പോഴും അനുസ്മരിക്കപ്പെടുന്നുണ്ട്. പ്ലസ് ടുവിൽ മാത്രം പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ, 17 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ട സിനാൻ ഇന്നും ലക്ഷക്കണക്കിന് SSFകാരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ അവന് രൂപപ്പെടുത്തിയെടുത്ത മാതാപിതാക്കളുടെ വലിയ ത്യാഗമുണ്ട്, വലിയൊരു അധ്വാനമുണ്ട്, വലിയൊരു സമർപ്പണമുണ്ട്. പ്രിയപ്പെട്ട ബാസിസ് സഖാഫിയുടെ അങ്ങനെ ഒരു ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ അവന്റെ ഉമ്മയ്ക്കും വാപ്പക്കുമുള്ള പങ്ക് ഏറ്റവും വലുതായിരിക്കുമല്ലോ.